ധന്യ, ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളർ നേതാവ് തന്നെയാണ് ബി ജെ പിയുടെ. നിലവിൽ ബി ജെ പിയിലെ മറ്റേത് നേതാക്കളെക്കാട്ടിയും കൂടുതൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് യാതൊരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവർ തന്നെയാണ് അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു വരിക എന്നൊരു കുറേയധികം വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. കേന്ദ്രം ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയായി പരിഗണിക്കും. സാധ്യത എം ഡി രമേശനാണെങ്കിലും പരിഗണനയിൽ ശോഭാ സുരേന്ദ്രനുമുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ തലപ്പത്തേക്ക് വരുമ്പോൾ ബി ജെ പി ഒരുപാട് മാറും എന്ന് ചിന്തിക്കുന്ന നിരവധി പേരുണ്ട് എന്നുള്ളതാണ്. ബി ജെ പി നന്നാവും, ബി ജെ പിയിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും, അണികൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പോരാളിയായ ഒരു നേതാവായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ മുൻകാല പ്രസംഗങ്ങളായാലും അവരുടെ പ്രവർത്തനങ്ങളായാലും ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ ഭയമില്ലാതെ, ഇപ്പോൾ സി പി എം ബി ജെ പി ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നൊക്കെ പലരും പറയുമ്പോഴും ഏറ്റവും കൂടുതൽ പിണറായിക്ക് വേണ്ടി അല്ലെങ്കിൽ പിണറായിക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് സംസാരിക്കുന്ന ഏക നേതാവ് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പേഴ്സണലി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. വി ഡി സതീശൻ അല്ല പ്രതിപക്ഷ നേതാവാകേണ്ടിയിരുന്നത്, അത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ച നാളുകൾ ഉണ്ടായിരുന്നു. കാരണം സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന വെറുത്തൊന്ന് ഇറങ്ങിപ്പോ എന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ ഇടതുപക്ഷത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ നല്ലൊരു പ്രതിപക്ഷമില്ല എന്നുള്ളതാണ്. ആ പ്രതിപക്ഷം ബി ജെ പി ആയിരുന്നെങ്കിൽ, ആ ബി ജെ പിയുടെ തലപ്പത്ത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എങ്കിൽ പിണറായി സർക്കാരും ഇത്രത്തോളം അഴിമതിയിൽ മുങ്ങിക്കുളിക്കില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് വന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ വി ഡി സതീശനെ പൊക്കി വാഴ്ത്തുന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് ആയി പോയി ആ ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട്, എന്ത് കണ്ടാലും സതീശൻ കുലുങ്ങില്ല, സതീശൻ ആ ഇരിപ്പിരിക്കും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ നേതൃനിരയിലേക്ക് വരട്ടെ. ഒരു സ്ത്രീ നേതൃനിലയിലേക്ക് വരുമ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക് ആ പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള ഒരു ഊർജം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സ്ത്രീ നേതൃനിരയിലേക്ക് വരുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ അതേ പാർട്ടിയിൽ നിന്ന് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള വിലക്ക്, അതായത് പ്രത്യക്ഷത്തിലല്ലാത്ത അടിത്തട്ടിൽ പല രീതിയിലുള്ള വിലക്ക് അവർക്ക് ഉണ്ട് എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശോഭയെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശോഭയ്ക്ക് വേണ്ട വിധത്തിൽ അവരുടെ എല്ലാ കഴിവുകളെയും പൊട്ടൻഷ്യലുകളെയും പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം ബി ജെ പിക്ക് അകത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കുറേയധികം പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ അണികൾ തന്നെ ഒരുപാട്, നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്തരം രീതിയിലുള്ള കമൻറ്റുകളുമായിട്ട് വരുന്ന ഒരുപാട് പേരെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ശോഭ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്കിടയിലൊക്കെ ഒരു ജനസമ്മതി ശോഭയ്ക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് ശോഭാ സുരേന്ദ്രൻ. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ അവർക്ക് വിലക്കുകളുണ്ട്. ഞാൻ ഒരു ബി ജെ പി കാര്യമായിട്ട് നിന്നല്ല സംസാരിക്കുന്നത്, ഒരു മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാനും സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി വിലക്കുകളുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയല്ല അവർക്ക് പാർട്ടിക്കകത്തുള്ളത്. അവരെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പലതും നമ്മൾ ചാനലുകളിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ കാണുമ്പോൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നവർ, ക്യാമറകൾ ഓഫാവുമ്പോൾ രണ്ട് വഴിക്ക് നീങ്ങുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സംഘത്തിൻ്റെ ഒരു അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്.
ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കെൽപ്പ്, ആത്മധൈര്യമുള്ള ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഗൗരി അമ്മയ്ക്കൊക്കെ ശേഷം ഇത്രയും ധൈര്യമായി തൻ്റെടമായി കാര്യങ്ങൾ, തനിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ എവിടെ ഇരുന്ന് അഴിച്ചുവിട്ടാൽ അത് സ്വന്തം പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ തനിക്കെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും കൊണ്ടുവന്ന് തന്നെ നടു റോഡിൽ ഒറ്റയ്ക്ക് നിർത്തിയാൽ പോലും അതിനെ നേരിടാൻ ആത്മധൈര്യമുള്ള ചങ്കുറപ്പുള്ള ഒരു നേതാവാണ്. അതായത് നമ്മൾ പറയുമല്ലോ ഒരു ശക്തിയുള്ള തടിമിടുക്കുള്ള ഒരു ആണിന് തുല്യമുള്ള ഒരു പെണ്ണാണെന്ന്. അപ്പോൾ ആ തരത്തിലാണ് ശോഭാ സുരേന്ദ്രനെ ഞാൻ കാണുന്നത്. അവർ നിന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും പാലക്കാടാണെങ്കിലും എടുത്തു നോക്കൂ, വോട്ടിംഗ് ഷെയർ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അവർ ആറ്റിങ്ങൽ നിന്ന് അത്രമാത്രം ജനങ്ങളുടെ വോട്ട് നേടിയെടുത്തത് കൊണ്ടാണ് വി മുരളീധരൻ ധൈര്യമായി ചെന്ന് ആറ്റിങ്ങലിൽ മത്സരിച്ചത്. വി മുരളീധരനെ എത്ര പേർക്കറിയാം, അല്ലെങ്കിൽ വി മുരളീധരൻ നിന്നാൽ എത്ര വോട്ട് കിട്ടും, നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കാം. ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച ഒരു സ്വാധീനമുണ്ട് ആറ്റിങ്ങലിൽ. ആ സ്വാധീനമാണ് വി മുരളീധരന് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി വന്നാൽ നമുക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച ഒരു ഇമേജാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ 2ാം സ്ഥാനം കിട്ടിയത്. അല്ലാതെ വി മുരളീധരൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ഇനി ആലപ്പുഴയിൽ അടുത്ത തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ തീർച്ചയായിട്ടും ജയം ഉറപ്പ് തന്നെയാണ്. പാലക്കാട് C കൃഷ്ണകുമാറിൻ്റെ സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ട് BJPക്ക് നിയമസഭയിലേക്ക് ഒരു MLA കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെയാണ് പാർട്ടിയെ തന്നെ BJPയെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാട്. വളരെ ശരിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതുപോലെ തന്നെ കോൺഗ്രസിലും ഒക്കെ ഒരുപാട് നേതാക്കളുണ്ട്. അതായത് യുവ നേതാക്കളുടെ വലിയൊരു നിരയുണ്ട്. നാളത്തെ ഒരു പ്രതീക്ഷ എന്ന നിലയിൽ ഉയർത്തി കാണിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് പലവിധം നേതാക്കളുണ്ട്. അവർക്കെല്ലാവർക്കും കൃത്യമായ രീതിയിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം നമ്മൾ കണ്ടു. രാഹുലിനെ പോലെ ഒരാൾ ആദ്യമായിട്ട് MLA ആയിട്ട് വരുന്നു. വെറും 33-34 വയസ്സേ ഉള്ളൂ രാഹുലിന്. അപ്പോൾ അത്തരം യുവാക്കളുടെ ഒരു നിലയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്കൊരു പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മറ്റു പാർട്ടികളിൽ ഉണ്ടാകുമ്പോൾ BJPയിൽ അതില്ലെങ്കിൽ അത്തരം കാര്യങ്ങളില്ല എന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് തന്നെ വലിയ രീതിയിൽ ദോഷമാണ് ചെയ്യുക. കാരണം കേരളത്തിലെ ജനം യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഇവർക്ക് പകരം ആര് നമുക്ക് മുമ്പിലുണ്ട് എന്നൊരു തോന്നലിൽ BJP എന്നൊരു മുഖം തന്നെയാണ് അവർക്ക് വരുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള ആ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തനം കേരള BJPയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയൊക്കെ ചെയ്യേണ്ട, അവർ തന്നെ പരിശോധിക്കേണ്ട ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു സ്വാധീനം അവർക്ക് ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങൾക്കിടയിൽ മോദി പ്രഭാവത്തിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമ്പോൾ കേരളത്തിൽ അത്രമാത്രം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനം അവർക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ A ക്ലാസ് മണ്ഡലമായിട്ട് BJP കരുതിയിരുന്ന പാലക്കാടിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ളൊരു പരാജയം. അതായത് പ്രതീക്ഷയ്ക്ക് എന്താണോ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു വോട്ട് നിലയാണ് അവർക്ക് ഉണ്ടായത്. അപ്പം പരിശോധന വിധേയമാക്കേണ്ടത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ പോലുള്ളൊരു നേതാവിന് കൃത്യമായിട്ടും പരിഗണന അല്ലെങ്കിൽ അത്രയും യുവാക്കൾക്കിടയിൽ ഒരു തരംഗമാകാൻ വേണ്ടി സാധിക്കുന്ന നേതാക്കളെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയും അവരാണ് കേരളത്തിലെ പാർട്ടിയുടെ മുഖം എന്ന് വെളിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് BJP കേരള നേതൃത്വത്തിന് സാധിക്കേണ്ടത്. അങ്ങനെ ഒരു കാര്യം സാധ്യമാവുകയാണെങ്കിലാണ് കേരളത്തിലെ ഒരുപാട് ജനം ചിന്തിക്കുന്ന മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് ആരാണ് എന്ന ചിന്തയിലേക്ക് BJPയുടെ മുഖം വരികയും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരിലേക്ക് യാതൊരു സംശയവും മടിയുമില്ലാതെ വോട്ട് കുത്താൻ വേണ്ടി തോന്നുകയും ചെയ്യുക. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കട്ടെ. നല്ലൊരു കേരളത്തിൻ്റെ മതേതര മനസ്സിനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രവർത്തനം കൂടി അവർക്ക് നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാൻ വേണ്ടി സാധിക്കുക. എന്തായാലും ശോഭാ സുരേന്ദ്രൻ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം.